നമ്മൾ എല്ലാവരും അവനവനോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് സെൽഫ് ടോക്ക് എന്നോ ഇന്നർ ടോക്ക് എന്നോ അങ്ങനെ പല പേരുകളിൽ പറയാം. അതിൽ മാറ്റം വരുത്തിയാൽ തന്നെ, അതിൽ ശുഭകരമായ ചിന്തകളിലേക്ക് നമ്മളെ മനസ്സിനെ വഴിതിരിച്ച് വിട്ടാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധിക്കും. സന്തോഷത്തോടു കൂടി ജീവിക്കാനും സാധിക്കും. അതുപോലെ പരീക്ഷകളിലൊക്കെ വിജയിക്കാനും സാധിക്കും. സെൽഫ് ടോക്ക് നമ്മൾ പലപ്പോഴും ശുഭകരമായ കാര്യങ്ങൾ ആയിരിക്കില്ല കൂടുതലും പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ആ സംസാരത്തെ, ആ സ്വയം സംസാരത്തെ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളെപ്പോഴും ശുഭകരമായ ചിന്തയിലേക്ക് മനസ്സിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അത് മതി പോലെ ഗതി എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ അതനുസരിച്ചായിരിക്കും കൂടുതലും പ്രാവർത്തികമായി വരുന്നത്. 100 പറഞ്ഞാൽ 6 ഫലിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിൽ നിരന്തരമായി ചിന്തിച്ചാൽ അതേപടി സംഭവിക്കും. കവികൾ പറയാറില്ലേ ഈ വേട്ടാളൻ്റെ കഥ? വേട്ടാളൻ്റെ കൂട്ടിൽ പുഴുവിനെ കൊണ്ടുവച്ച് വേട്ടാളിങ്ങനെ ഊതുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭയം കൊണ്ട് ആ പുഴു ഇങ്ങനെ ഈ വേട്ടാളിനെ തന്നെ ചിന്തിച്ചിരുന്ന് ആ വേട്ടാളിനായിത്തീരും എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ശാസ്ത്രമായിട്ട് അങ്ങനെയല്ലെന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിലും അത് കവിഭാവനയിൽ അങ്ങനെ പറയും. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മൾ എന്ത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുവോ അതുതന്നെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് പറയുന്നത്. അത് പലരും പരാതി പറയാറുണ്ട്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, വേണ്ടതൊന്നും ചെയ്തു തരുന്നില്ല എന്നൊക്കെ. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. പല പ്രാവശ്യം അങ്ങനെ നമ്മളോട് തന്നെ പറഞ്ഞു നോക്കൂ. അപ്പോൾ കാണാം അവർ നമ്മളെയെല്ലാം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചില പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ ഈ പൂമ്പാറ്റയെ ഇഷ്ടമായിരിക്കും. പക്ഷേ നമ്മൾ പൂമ്പാറ്റയെ പിടിക്കാൻ ചെന്നാൽ അത് പറന്ന് പോകും. എന്നാൽ നമ്മൾ ഒരു നല്ല പൂന്തോട്ടം തയ്യാറാക്കുകയാണെങ്കിൽ ആ പൂമ്പാറ്റ ആ പൂന്തോട്ടത്തിലേക്ക് വരും. നമ്മൾ അങ്ങോട്ട് ചെന്ന് ഓരോന്നിനും ശ്രമിക്കാതെ ഇങ്ങോട്ട് വരുത്താനുള്ള ശ്രമമാണ് വേണ്ടത്. പക്ഷേ ആ പൂന്തോട്ടത്തിന് പകരം നമ്മൾ മാലിന്യ കൂമ്പാരമാണ് ഉണ്ടാക്കുന്നതെങ്കിലോ അവിടെ കീടാണുക്കളും ക്ഷുദ്രജീവികളും ഒക്കെ ആയിരിക്കും വരുന്നത്. അതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും. ശുഭചിന്തകളൊക്കെ മനസ്സിൽ നമ്മൾ താലോലിക്കുക, മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും, ശുഭകരമായ ആൾക്കാർ നമ്മളെ സമീപിക്കും. എന്നാൽ നാം ചീത്ത ചിന്തകളോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുകയില്ല, നമ്മളെ സമീപിക്കുന്നവരും ഇതുപോലെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം എങ്ങനെയോ അങ്ങനെയാണ് നമുക്ക് ലോകം എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെയുണ്ട്, നമ്മുടെ ഉള്ളിലുള്ളതാണ് നാം പുറമേയും കാണുന്നതെന്ന്. വിവേകാനന്ദൻ ഒരിക്കലൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു മുറിയിൽ ഒരു കൊച്ചു കുട്ടി കിടക്കുന്നു. ഒരു ഭരണി നിറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇരിക്കുന്നു. ഒരു കള്ളൻ ആ മുറിയിലേക്ക് കടന്നു വരുന്നു. പക്ഷേ ആ കൊച്ചുകുട്ടി ആ കള്ളനെ അറിയുന്നില്ല, കള്ളനാണെന്ന് മനസ്സിലാക്കുന്നില്ല. എന്തെന്നാൽ ആ കുട്ടിയുടെ ഉള്ളിൽ ആ കള്ളൻ്റെ സ്വഭാവമോ കള്ളത്തരങ്ങളോ ലക്ഷണങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് കുട്ടിയുടെ ഉള്ളിൽ ഒരു കള്ളനില്ല. അതുകൊണ്ട് ആ കുട്ടി ആ കള്ളനെ കാണുന്നില്ല. എന്നാൽ കുറച്ചുകൂടി മുതിർന്ന ഒരാളാണെങ്കിലോ ഏകദേശം കള്ളൻ്റെ ലക്ഷണങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആ കള്ളനെ കാണുന്നു, തിരിച്ചറിയുന്നു, ടെൻഷനടിക്കുന്നു, വെപ്രാളപ്പെടുന്നു, അങ്ങനെ അകപ്പാടെ ബുദ്ധിമുട്ടുന്നു. എന്നാൽ ആ കൊച്ചിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കതയുള്ളതുകൊണ്ട് ഈ കള്ളൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടി അതിനെ കാണുന്നില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലും ശുഭചിന്തകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് ശുഭകരമായി ഭവിക്കും. ശുഭകരമായ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വരും. അങ്ങനെ സന്തോഷകരമായ
ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. സെൽഫ് ടോക്കിന് മാറ്റം വരുത്തേണ്ടതിന് പ്രധാനമായി നമ്മൾ അറിവ് സമ്പാദിക്കുക, പിന്നെ അതിനുവേണ്ടി പ്രയത്നിക്കുക. അത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രചോദനം കിട്ടും. ഇല്ലെങ്കിലും സ്വയം പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ, പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ സാധിക്കും.